ഹലോ. ഹലോ. എടി നീ വീട്ടിൽ പോയിട്ടപ്പോ വന്നേ? ഞാനിന്നെത്തി. ഇന്നത്തെ അപ്പൊ ഇന്ന് ആത്തിയ ഇന്നലെ വരുന്നല്ലേ നീ പറഞ്ഞു? അല്ല, ഇന്നലെ വരണമെന്ന് വിചാരിച്ചതാണ്. ആ, പിന്നെ വരാൻ പറ്റിയിട്ടില്ല. അതെന്ത് പറ്റി? ഉം. എന്താ എന്താ? അത് എന്നോട് പറയാൻ തന്നെ ഞാൻ വിളിച്ചത്. എന്നോട് പറയാനോ? ഏ? അപ്പൊ അന്നാ പറയാൻ മാത്രമുള്ള കാര്യമുണ്ടോ? അത് പിന്നെ നമ്മളെ അടുത്ത വീട്ടില് ആ, പിന്നെ ഒരു സംഭവം ഉണ്ടായി. അതെല്ലാം കഴിയുമ്പോഴേക്കില് ലേറ്റ് ആയി. എന്ത് സംഭവം? നമ്മളെ ഉം, തൊട്ടപ്പുറത്താണ് ആ, ഒരു പഴയ ഓടിട്ട ഒരു വീടിലാണ്. ആ, അവിടെ ഒരു ആന്റിയും ആന്റീന്റെ മോനും ഉം, പിന്നെ പിന്നെ ഈ ആന്റീന്റെ ഏച്ചീന്റെ മോളും ഉള്ളു. ആ, ആ, ഏച്ചീന്റെ മോള് എന്ന് പറഞ്ഞാല് ചെറുതൊന്നും അല്ല കേട്ടാ. വലിയ മോളാ? കുറച്ച് പ്രായമുണ്ട്, ഒരു 10-40 വയസ്സുണ്ട്. അയ്യോ, ആ, ഞാൻ വിചാരിച്ചു ഒരു കല്യാണം പത്ത് കഴിഞ്ഞിട്ടില്ല. 10-18 വയസ്സുള്ള ആളാന്ന് വിചാരിച്ചു. അതൊന്നല്ല, ആ, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. ആ, അതുകൊണ്ട് പിന്നെ അവര് ഇവരൊന്നിച്ചാ നിക്കുക, ആന്റീനെ ഒന്നിച്ച്. ആ, അപ്പൊ ഇവര് പിന്നെ ഉറങ്ങുന്നത് തന്നെ ഒരു റൂമിലാണ്, ആ, മൂന്നാള്. ആ, വേറെ ആണുങ്ങളൊന്നും ഇല്ലല്ലോ. ആ, അപ്പൊ മൂന്നാളും ഒരുമിച്ചാണ് കിടക്കുക. ഉം, അപ്പൊ പിന്നെ പിന്നെ ഒരാളും കൂടി ഉണ്ട് കേട്ടാ. അത് അതാരാ? പറയാൻ വിട്ടു. അത് അടുത്ത വീട്ടിലെ അവരെ തൊട്ട ഇപ്പുറത്തെ വീട്ടിലെ ഒരു പയ്യൻ അവിടെ നിൽക്കാൻ വരും. അതെന്തിന്? പിന്നെ കൂട്ട് കിടക്കാൻ വരുന്നൊന്നല്ല, ആ, അവന്റെ വീട്ടില് സൗകര്യം കുറവായതുകൊണ്ട് വരുന്നതാണ്. അത് ശരി, അവന്റെ വീട്ടിൽ കിടക്കാൻ അവന് സൗകര്യം ഇല്ലാതുകൊണ്ട് ഇപ്പുറത്തെ വീട്ടിൽ വന്ന് കിടക്കുന്നതാണ്. ഇപ്പുറത്തെ വീട്ടിൽ വന്ന് കിടക്കുന്നു. പിന്നെ അവർക്കും ഒരു കൂട്ടായല്ലോ. ആ, അങ്ങനെ കിടക്കുന്നതാണ്. ഉം, അപ്പൊ ഇന്നലെ പിന്നെ ഇന്നലെയാണ് ആ സംഭവം ഉണ്ടായിട്ട് ഞാൻ ഉം, പറയുന്നത്. ഉം, പിന്നെ അപ്പൊ ഈ ആന്റി ഇല്ലേ, ഉം, ആന്റി പിന്നെ ഉറങ്ങുന്നതിനടുത്ത് പെട്ടെന്ന് ഉറക്കിയിട്ട് നോക്കി. ഉം, ഉം, ഉറക്കിയിട്ട് അപ്പൊ ആന്റി ചേച്ചി പിന്നെ ഈ ഈ ഏച്ചീന്റെ മോളെ ഉം, പിന്നെ ഈ പുറത്ത് ഈ മൂത്രമൊഴിക്കാനൊക്കെ പോകില്ലേ. ആ, 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 അപ്പൊ പിന്നെ അതിനെ ആന്റീനെ വിളിച്ചിട്ട് തന്നെയാണ് സാധാരണ പുറത്തിറങ്ങും. ആര്? ഈ ഉം, ഏച്ചീന്റെ മോള് ആര്? ഒറ്റക്ക് പുറത്ത്, അവരെ വീടിന്റെ ഉള്ളില് ബാത്റൂം ഇല്ല. ആ, അപ്പൊ ഈ ആ, പുറത്ത് പോണം. പുറത്തേക്ക് ഇറങ്ങണം. ആ, പുറത്തേക്ക് ഇറങ്ങാൻ അപ്പൊ ഒറ്റക്ക് പോവാൻ പറ്റൂലല്ലോ. ഉം, അപ്പൊ ഈ ആന്റീനെയും കൂടി വിളിച്ചിട്ടാണ് അവര് ഉം, പോവുക. ഉം, അപ്പൊ ഇന്നലെ നോക്കുമ്പോ പിന്നെ ആന്റീനെ വിളിക്കാണ്ട് പോയി. ഉം, അപ്പൊ ആന്റി പെട്ടെന്ന് ഞെട്ടി എണീറ്റ് നോക്കുമ്പോ ഉം, ഇവരില്ല. ഉം, അപ്പൊ ആന്റി ചോദിച്ച പിന്നെ ഇതെന്താ എന്നെ വിളിക്കാണ്ട് ഇവള് പുറത്തു പോയെന്ന് ചോദിച്ചിട്ട് ഉം, ആന്റി കുറച്ചും കൂടി സമയം അവിടെ കിടന്നു. ഉം, എന്നിട്ടും കാണുന്നില്ല ഉം, ഇവരെ. നോക്കുമ്പോ ഉം, പിന്നെ ഈ ആന്റിക്ക് ഒരു സംശയം, ഇത് എവിടെ ഉം, പോയി കാണുന്നില്ലല്ലോ, ഉം, പുറത്തല്ലേ. ഉം, അപ്പൊ ആന്റി നല്ല എണീറ്റ് ഉം, നോക്കി. നോക്കുമ്പോ അവരെ പിന്നെ ഈ അകത്തന്നെ ഒരു ചെറിയൊരു വിറക് പോലെയുണ്ട്. അകത്തന്നെ ഉറവ് കയറിയുണ്ടോ? ഒരു ആ, വിറകെല്ലാം ഇങ്ങനെ ഇട്ട് വെക്കുന്ന അവരെ ആ, പിന്നെ ഒരു ആ, ചെറിയ അടുക്കള പോലത്തെ ഒരു ആ, റൂം ചെറുത്. ആ, ഉം, ആ, അതിന്റെ ഉള്ളിലാണ് വിറകല്ലുള്ള ഉം, ഓലയും വിറകൽ. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് എന്തെല്ലോ ഒച്ചയും അനക്കല്ലോ. ഉം, ആന്റി ഇങ്ങ് ഇറങ്ങിയപ്പാട് ഇതിന്റെ ഉം, ഉള്ളിൽ നിന്ന് ഒച്ച കേട്ട് ആന്റി ലൈറ്റ് ഇട്ട് നോക്കി. ഉം. ലൈറ്റ് ഇട്ട് നോക്കിയത് ആന്റി ഞെട്ടിക്കുയിന്. അങ്ങനെ സംഭവം ഞെട്ടിപ്പോയാ? ആ, ആന്റീന്റെ ഏച്ചീന്റെ മോള് ഉം. മറ്റേ ആ പയ്യനില്ലേ അവിടെ നിക്കാൻ വരുന്നു. ഓ, കൂട്ട് കിടക്കാൻ വന്ന പയ്യെ. ആ, അപ്പൊ ഉം, ആന്റീന്റെ ആന്റീന്റെ ഏച്ചീന്റെ മോളും പയ്യനായിട്ട് ഉം, ഭയങ്കര കളി. ഉം. ആന്റി കണ്ട് ഞെട്ടി. പിന്നെ ഇത് എന്നാ പറയണ്ടില്ല. അപ്പഴത്തേക്കിൽ ആന്റീന്റെ മോനും വന്ന് ഉം. എല്ലാം കൂടി കണ്ട് ഇവരെ പിടിച്ച് കയ്യോടെ പിടിച്ച്. അപ്പൊ അല്ല ജയിച്ച വടിയാ ഉള്ളത് രണ്ടാളും. ഒന്നുമില്ലാതെ. നന്നായി. ഉം, അപ്പൊ
പിടിച്ച്. ഉം. അപ്പൊ ആന്റിക്ക് ഇത് പുറത്തു പറയാൻ പറ്റൂലല്ലോ. ഉം. പിടിച്ച് അവരോട് ഇങ്ങനെ കാര്യം ചോദിച്ചു. അപ്പൊ ഈ പയ്യൻ അത്ര വലിയ പ്രായമുള്ളതൊന്നുമല്ല കേട്ടാ. അതാ ഞാൻ ചോദിക്കുന്നത്, എത്ര വയസ്സുണ്ടാവും? ഒരു 10-18 അത്രയേ ഉള്ളൂ. ചെറിയ പയ്യനല്ലേ? ചെറിയ പയ്യനാ. എന്റെ വീട്ടിൽ സ്ഥലമില്ലാത്തോണ്ടല്ലേ അവിടെ വന്ന് നടക്കുന്നത്. അപ്പൊ ഇത് ഇന്നലെയും തുടങ്ങിയതൊന്നല്ലാന്ന്. കൊറേ നാളായി. അത് ശരി. അപ്പൊ ഇതിനു വേണ്ടിയാണ് അവനവിടെ വന്ന് താമസിക്കുന്നത്? അവന് രസം പിടിച്ചു. ചെറിയ സാധനത്തിന് പിന്നെന്താ വേണ്ടേ? അതിപ്പോ പറത്തന്നെ വേണ്ടേ? അപ്പൊ ഈ ആന്റിന്റെ മോനെ കുറച്ച് ചെറുതാ. അതിന് ചെറുതാ? അതിന് ചെറുതാ. അപ്പൊ അവനാണ് ഈ നാട്ടിലൊട്ടാകെ പറഞ്ഞു. അങ്ങനെയാ നമ്മളും അറിയുന്നു ഈ കാര്യം. അയ്യോ, അത് എന്നാലും എത്ര വയസ്സുണ്ടാ? അത് ഒരു 10-14 അങ്ങനെയുള്ളൂ വയസ്സുള്ളൂ. അപ്പൊ ഈ അത്രയേ ഉള്ളൂ. നാട്ടിൽ ആരോടും പറയുന്ന അവര് പറഞ്ഞിട്ടുണ്ടാവൂല? അവരിത് പറഞ്ഞിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അവന് തോന്നിയതായിരിക്കും. ഇത് അറിയില്ലല്ലോ, എന്താന്നറിയില്ല. അവനത് നമ്മളോടെല്ലാം പറഞ്ഞത്. നമ്മളല്ലേ ഇതന്നെ ഇങ്ങനെ. എന്നിട്ട് പിന്നെ ഒന്നും പറയണ്ട, നമ്മള് പോയി. അപ്പൊ ആന്റി പറഞ്ഞേ ഇത് ഇന്നും ഇന്നലെയൊന്നും ഉള്ളതല്ല പോലും. അതാരെ പറഞ്ഞേ സ്ഥിരമായിട്ടുള്ളതാണ്? അവരെന്നാ പറഞ്ഞിരിക്കും. എല്ലാ നീ പറഞ്ഞ ആന്റിന്റെ മോള് പറഞ്ഞ 10-40 വയസ്സെന്നല്ലേ പറഞ്ഞേ? ആന്റിന്റെ ഏച്ചീന്റെ മോള്. അതെ, അതിന് ഇത്ര വയസ്സെന്നല്ലോ. ചെറിയ പയ്യനുമായിട്ടാ കൊറേ കാലമായിട്ട് കല്യാണം കഴിക്കാനല്ലേ. ആ പയ്യന്റെ ഭാഗ്യല്ലേ? ഭാഗ്യ. അപ്പൊ അതുകൊണ്ടാണോ നീ ഇന്നലെ ഇങ്ങോട്ട് വരാണ്ട്, വീട്ടിലേക്ക് വരാണ്ടെന്ന്? ഇന്നലെ അതിന്റെ ഇത് കഴിഞ്ഞ എന്റെ നിങ്ങൾക്ക് ഇത് കിട്ടിയതിന്റെ ഒരു അതുകൊണ്ട് ല്ലേ ഇത് കേട്ട് നോക്കുമ്പോ? കേട്ട് നോക്കുമ്പോ ഒരു എന്താ പറയണ്ടേ, ഒരു സുഖം. എന്നിട്ട് നിങ്ങൾ എത്ര ആളോട് തന്നോട് പറഞ്ഞു? നീ എത്ര ആളോട് പറഞ്ഞു? അത് ഇനി പറയുന്നു വേണ്ട, എല്ലാരും അറിയും. ചെക്കന്റെ ഭാവി പോയില്ലേ? ചെക്കൻ്റെ ഭാവി പോവേ? ചെക്കന് എന്തെന്ന് മറ്റവര് നീ എന്തായാലും അവര് കല്യാണം കഴിക്കില്ല. എന്ത് കല്യാണം? അത്രയും വയസ്സായില്ലേ? ആയില്ലേ? അതെ. അപ്പൊ ചെക്കനല്ലേ പ്രശ്നം? അവന്റെ വീട്ടിൽ അറിഞ്ഞിട്ടെന്താ? അവന്റെ വീട്ടിലെന്ന് പറഞ്ഞാല് ഒരു ചെറിയ വീടാണ് അത്. ഒരു 3-4 മക്കളും ഉണ്ട്. അപ്പൊ പിന്നെ അവിടെ അങ്ങനത്തെ അച്ഛനില്ല, അമ്മയുള്ളൂ. പിന്നെ അത് വലിയ പ്രശ്നമാക്കൊന്നുമില്ലല്ലോ. നമ്മളെല്ലാം നമുക്കെന്തെങ്കിലും ഒരു സൗകര്യം വീട്ടിൽ ആരും കൂട്ടുകാർക്കാൻ വിളിച്ചിട്ടില്ല ഇത്രയും കാലമായിട്ട്. ആരും വിളിക്കണ്ടേ? കൂട്ടുകിടക്കാൻ കിട്ടിയിട്ട് പോവായിരിക്കും. കൂട്ടുകിടക്കാൻ കിട്ടിയ അവർക്കൊരു സന്തോഷമല്ലേ? കൂട്ടുകിടന്ന് കൊടുക്കില്ലാണ്ട് ഇതൊരു സുഖം. അപ്പൊ രാത്രി അധികം ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവും, രാത്രി തുറക്കല്ലേ? അതെ, അതാ ഇന്നലെ ആന്റി കണ്ടോണ്ട് അവരെ പിടിച്ചു. അല്ല, ഇനിയിപ്പോ ഈ ആന്റി പയ്യനെ കൂട്ടുകിടക്കാൻ വിളിക്കോ? ഒരുമിച്ച് കിടക്കാൻ? ഇല്ല, ആന്റി കുറച്ച് പ്രായമുണ്ട്. ഇതല്ലേ പ്രായം വന്നില്ല? ഇല്ലൊന്നും വലിയ പ്രായമൊന്നുമില്ലാന്നല്ലേ പറയുന്നത്? പ്രായമൊന്നുമില്ലായിരിക്കും, പക്ഷേ ആന്റിക്ക് അവരാക്കാളും പ്രായമില്ലേ? അല്ല, നീ വീട്ടിൽ നിന്റെ കെട്ടിയനോടെല്ലാം പറഞ്ഞത്? ഞാൻ പറഞ്ഞു, പിന്നെ എന്നോട് പറയാനെടുക്കാൻ പറ്റില്ലല്ലോ. നീ എത്ര ആളോട് പറയുന്നതിന്? അത് എല്ലാരോടും പറയും. അയ്യോ, നിന്റെ കയ്യിലല്ലേ കിട്ടി, നേടിയ പറയാൻ പറ്റുന്നുണ്ട്. എന്നാ പിന്നെ ആരോടും പറയുന്നുണ്ട് കേട്ടാ. ഞാനാരോടും പറയുന്നില്ല. നമ്മള്
പിന്നെ ആരെങ്കിലും കൂട്ടുകിടക്കാൻ വിളിക്കുമോ നോക്കും. ആ അത് നോക്ക്. എനിക്ക് കൂട്ടുകിടക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, പേടിയൊന്നുമില്ല. അയ്യോ ഇല്ല, എനിക്കിപ്പം കൂട്ടുകിടക്കാനാണില്ല. ഈ ഒരാളപ്പുറം തന്നെ കൂട്ടുകിടക്കുന്ന മോശം, ആളെ മാറി മാറി പിടിക്കണ്ടേ ഇടക്കിടക്ക്. അത് വേണ്ട. അതല്ലേ രസം. അത് വേണ്ട. ഏത് വേണ്ട? എനിക്കിപ്പോ ഒരാളുണ്ടല്ലോ, ഈ അതെന്നെ ധാരാളം. അങ്ങനെ ഒരാളപ്പുറം തന്നെ സ്ഥിരമായിട്ട് കൂട്ടുകിട